അഭിഷേക് ശ്രീകുമാറും ജയദീപും തമ്മിലുള്ള പ്രശ്നമെല്ലാം പരിഹരിക്കാൻ ശ്രമിക്കുന്ന ജാസ്മിനെയാണ് ലൈവിൽ കാണിക്കുന്നത്. അങ്ങനെ ആദ്യം അഭിഷേക് ശ്രീകുമാറിനെ വിളിച്ചിരുത്തി ജാസ്മിൻ പറയുന്നു, എടാ നീ അഭിഷേക് ജയദീപുമായിട്ടുള്ള പ്രശ്നമെല്ലാം കോംപ്രമൈസ് ചെയ്യ്. ഒരു കമ്മ്യൂണിറ്റിയാണ് നീ അന്ന് അധിക്ഷേപിച്ചത്, അതിൽ നിന്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ അഭിഷേക് ശ്രീകുമാർ പറയുന്നു, എടി തെറ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, ഞാൻ വന്നു കയറിയ ഒരു ഫ്ലോയിൽ പറഞ്ഞതാണ്, അതും നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവരുടെ കമ്മ്യൂണിറ്റിയെ അധിക്ഷേപിച്ചിട്ടല്ലെന്ന് ഇങ്ങനെ പറയുമ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട്, ആസ് എ ക്യാപ്റ്റൻ എന്ന നിലയിൽ എനിക്ക് വേണ്ടി നീ ഇപ്പോൾ അവനോട് സംസാരിക്കണം, എന്തിനാണ് വഴക്കെല്ലാം വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നത്? അപ്പോൾ അഭിഷേക് ആദ്യമൊന്നും മടിച്ചെങ്കിലും പിന്നീട് ജാസ്മിൻ ഒരുപാട് റിക്വസ്റ്റ് എല്ലാം ചെയ്തതുകൊണ്ട് അഭിഷേക് ജയദീപുമായിട്ട് സംസാരിക്കാൻ തയ്യാറായി. അങ്ങനെ ജാസ്മിൻ അഭിഷേക് ശ്രീകുമാറിനെയും ജയദീപിനെയും എല്ലാം ഒരുമിച്ചിരുത്തി പ്രശ്നമെല്ലാം കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ജാസ്മിൻ ആദ്യമേ തന്നെ പറയുന്നു, പ്രശ്നം പരിഹരിക്കാൻ വന്നിട്ട് അത് അവസാനം അടിയിലെത്തരുത്, രണ്ടുപേർക്ക് എന്ത് പറയാനുണ്ടെങ്കിലും അതെല്ലാം എന്നെ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ നമ്മളിപ്പോൾ സംസാരിക്കുന്നതിനിടയിൽ മറ്റാരെങ്കിലും വന്നാൽ അവർക്കൊന്നും സ്പേസ് കൊടുക്കേണ്ട. അങ്ങനെ പിന്നീട് അഭിഷേക് ജയദീപ് പറയുന്നു, എനിക്ക് അഭിഷേകുമായിട്ടൊരു പ്രശ്നവുമില്ല, പേഴ്സണലായിട്ട് എനിക്ക് അവനെ അറിയുക പോലുമില്ല, ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അവനെ കാണുന്നത് പോലും. എനിക്ക് അവനോട് എന്ത് ദേഷ്യവും ശത്രുതയും എല്ലാം ഉണ്ടാവാനാണ്. ബട്ട് ഇവിടെ വന്ന അന്ന് മുതൽ അവന്റെ ടാർഗറ്റ് മൊത്തം എനിക്ക് നേരെയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അവനോട് സംസാരിക്കാത്തത് എന്നിങ്ങനെ അഭിഷേക് ജയദീപ് അവിടെ പറയുമ്പോൾ ജാസ്മിൻ പറയുന്നു, അവൻ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയെ പറഞ്ഞത് അവന്റെ മിസ്റ്റേക്ക് ആണ്, അവൻ എന്നാലും അത് ആ അർത്ഥത്തിലല്ല പറഞ്ഞത്, എന്നാലും അവൻ തെറ്റെല്ലാം സമ്മതിക്കുകയും ചെയ്തു. അപ്പോൾ അഭിഷേക് ശ്രീകുമാർ പറയുന്നു, അതെല്ലാം കഴിഞ്ഞു, ബട്ട് ഞാൻ അന്ന് ആ ഒരു അർത്ഥത്തിലല്ല അത് ഉദ്ദേശിച്ചത്, അത് എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് ആണെന്നെല്ലാം പറഞ്ഞ് ഇവരുടെ പ്രശ്നമെല്ലാം പരിഹരിക്കാൻ ശ്രമിക്കുന്ന ജാസ്മിനെയാണ് ലൈവിൽ കാണിക്കുന്നത്. ഹോട്ട്സ്റ്റാർ ലൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും. ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട.